ഇപ്പൊ ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന്റെ കാലം കൂടിയാണല്ലോ. എനിക്ക് തോന്നുന്നു അത് പാട്ടിലൊരു വലിയ സാധ്യത തുറന്നു വെക്കുന്നുണ്ട്. ഇപ്പൊ ചാരുലത അങ്ങനെ ചെയ്തൊരു വളരെ ശ്രദ്ധേയമായ ഒരു അഭിനയിക്കുകയും ചെയ്തു അതിനകത്ത്. ഞാൻ 2014 ആണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്, ബോധി എന്നുണ്ട്. മോളെ അന്നും 3-2 വയസ്സുള്ളൂ. അവളുടെ നഴ്സറി പഠിച്ച മറ്റേ ഓണം വന്നല്ലോ എന്ന് പറഞ്ഞ ജിങ്കിൾ വെച്ച് തുടങ്ങിയത്, വെറുതെ ഒരു പരീക്ഷണത്തിന്. അന്ന് യൂട്യൂബ് ഒന്നും അത്ര വൈഡ്ലി അത് തുടങ്ങിയത് തന്നെ സിനിമ അന്ന് ഒരുപാട് തിരക്കുള്ള സമയമാണ്. സിനിമയിൽ 1 കൊല്ലം 17-18 സിനിമ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ആ പാരലലി ഇത് സിനിമ എപ്പോഴും നിരന്തരമായി നമ്മൾക്ക് ഉണ്ടാകുന്നൊരു വേദിയൊന്നും ആയിരിക്കില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ പണ്ടേ എക്സ്പീരിയൻസ് ചെയ്ത് വന്നിട്ടുള്ള ഒരു സമാന്തര സംഗീത ശാഖ ഉണ്ടല്ലോ. സുഗമ സംഗീതം, ലളിത സംഗീതം, ഓണപ്പാട്ടുകൾ, മറ്റ് ഭക്തിഗാനങ്ങൾ, അങ്ങനെയുള്ള ഒരു ശ്രേണി. പ്രത്യേകിച്ച് യേശുദാസ് അദ്ദേഹത്തിൻ്റെ സാറിൻ്റെ ഒക്കെ തരങ്കിണി പോലെയുള്ളത് ഇങ്ങനെ സിനിമാ പാട്ടിനേക്കാൾ കൂടുതൽ അത്ര തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള പാട്ടുകളാണ്. അപ്പൊ അത് എന്തുകൊണ്ട് പിന്നെ ഒരു സമയത്തൊക്കെ ഇതൊക്കെ പോയി, ആർക്കും താല്പര്യം. അപ്പൊ പൊക്കോട്ടെ, പക്ഷെ നമ്മൾ ചെയ്യുന്നു, ആരും കേട്ടാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ചെയ്യുന്നു, അങ്ങനെ ഇത് ചെയ്യുന്നു. പിന്നെ അങ്ങനെ വന്ന് ഓരോ വിഷയങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒരു പാട്ട് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വരി പോയറ്റിനെ വിളിച്ചിട്ട് നമുക്ക് എഴുതിക്കാം. അങ്ങനെ ചെയ്ത് തുടങ്ങി. അപ്പോൾ കുറച്ചും കൂടി ഈ പൊളിറ്റിക്കൽ സോഷ്യൽ ഇതൊക്കെ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എന്നാൽ പിന്നെ ഒരു പാട്ട് ചെയ്തളയാന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യും. അങ്ങനെയൊക്കെ അതിനു വേണ്ടിയുള്ളൊരു വേദി കൂടിയായി അത് എന്നുള്ളതാണ്. ആര് കണ്ടില്ല എന്നുള്ള. ഇപ്പൊ ചാരുലത സുദീപ് പാലനാടാണ് മ്യൂസിക് ചെയ്തത്, ശ്രുതി ശരണ്യം ഡയറക്റ്റ് ചെയ്ത്. അപ്പൊ അങ്ങനെ ഒരു പാട്ട് അതിനു മുമ്പ് ബാലേ എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ ഒരു പ്രൊഡക്ഷൻ നമ്മൾ ചെയ്തു, ബോധി. അപ്പൊ അതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമാണ് ഉണ്ടാകുക. കാരണം ഇങ്ങനെ സമീപിച്ചു, ബോധിയിൽ നമുക്ക് ഇറക്കിയാലോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു അങ്ങനെ പ്ലാറ്റ്ഫോം ആയിട്ട് അവരും അത് തിരിച്ചറിയുന്നുണ്ടല്ലോ എന്ന് അറിയുന്നത് ഒരു സന്തോഷമാണ്. പിന്നെ ഇപ്പോൾ അത് വളരെ സ്ട്രോങ് ആയി. ബോധിയല്ല, മറ്റ് ഈ ഇത്തരം ഗായകർ സ്ട്രോങ് ആയി. പ്ലേ ബാക്ക് സിംഗിങ് എന്ന് പറയുന്ന ഒരു ഗായകനെ സംബന്ധിച്ച് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം ആയിട്ട് അവരാരും പറയുന്നില്ല. അവർക്ക് വേണ്ടത് അവർ പാടിയിടും. പുതിയതെങ്കിൽ പുതിയത്, പഴയതെങ്കിൽ പഴയത്, എന്തും പാടിയിടാം. ആൾക്കാർ കേൾക്കും. 400 പേര് ഒരു സദസ്സിൽ പോയി നമ്മളൊരു പാട്ട് പാടിയാൽ 400, 500, 1000 പേര്. ഇൻസ്റ്റാഗ്രാമിലും 1000 ലൈക്ക് കിട്ടിയാൽ അതിന്റെ അർത്ഥം 1000 പേര് കേൾക്കുന്നതാണല്ലോ, ഇഷ്ടപ്പെടുന്നതെന്നല്ലേ. അതൊരു വലിയ കാര്യമാണ്. ഈ ഇൻഡിപെൻഡന്റ് മ്യൂസിക് അങ്ങനെ ഒരു സാധ്യത തുറന്നു വെക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോംസ് ആണ്, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് അങ്ങനെ ഒരു സാധ്യത. എത്രയോ ആർട്ടിസ്റ്റ് ഇൻസ്റ്റാഗ്രാം റീലും മൂലം പല വേദികളിൽ എത്തുന്നു. അതൊരു വലിയൊരു കാര്യമാണ്.